പെട്ടെന്ന് ഈ മുഖം മാറിയല്ലോ, അതെന്താ? അവളുടെ പിടയ്ക്കുന്ന കണ്ണിൽ നോക്കി ഇറക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു കേട്ട് തെച്ചു പതിയെ ഉമ്മിനിറക്കി. അവളുടെ നെറ്റിയിൽ പൊടിഞ്ഞു നിൽക്കുന്ന വിയർപ്പ് തുള്ളികൾ ഒരു ചിരിയുടെ അവൻ തുടച്ചു നീക്കി. ഇന്ന് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ, അതെന്താ? എറിക്ക് അവളുടെ കടലിൽ കൈവച്ച് തഴുകി. അത് പിന്നെ എങ്ങനെ ആദ്യമല്ലേ, അതാകും. അവൻ്റെ കയ്യിൽ കവൾ അമർത്തിക്കൊണ്ട് ഇറക്കി കെട്ടി താലി ഉയർത്തി കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കേട്ടതും എറിക്ക് ആ താലയിൽ നിന്ന് നോക്കി. പിന്നെ അവളെയും. പേടിയുണ്ടോ? ആർദ്രമായ ശബ്ദത്തിൽ എറിക്ക് ചോദിച്ചു കേട്ടതും ദച്ചു മുഖം വീർപ്പിച്ചു പിടിച്ചു. എന്തിനിങ്ങനെ ചുമ്മാ ചോദിക്കുന്നത്? എന്തായാലും ഇപ്പോൾ ഒന്നും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കില്ലെന്ന് എനിക്കറിയാം. അവൾ പറഞ്ഞു കേട്ട് അവനെ ചിരിച്ചുകൊണ്ട് അവളുടെ കൈ പിടിച്ചു വെച്ചു. ആ അപ്പോൾ അതൊക്കെ അറിയാം അല്ലേ? എറിക്ക് ചിരി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. ഓ അറിയാം. അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി എറിക്കിൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഉറക്കം വരുന്നുണ്ടോടാ? അവൾ തലമുടിയിലൂടെ പതിയെ വിരൽ ഓടിച്ചുകൊണ്ട് എറിക്ക് ചോദിച്ചു. ആയിച്ച വല്ലാത്ത ക്ഷീണം. അവൾ അടഞ്ഞു പോകുന്ന കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ പിന്നെ എന്തിനാ കണ്ണ് തുറക്കാൻ നിൽക്കുന്നത്? ഉറങ്ങിക്കോ. എറിക്കുള്ള നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. ഇനി എപ്പോഴായിച്ച ഇവിടേക്ക് പ്രമോഷൻ കിട്ടുന്നേ? ഞാൻ വലിയ കുട്ടിയെ അതല്ലേ കല്യാണമെല്ലാം കഴിച്ചത്. ഇനി ഏച്ചിക്ക് ഉമ്മ വയ്ക്കാൻ അറിയില്ലെന്ന് വല്ലതും ഉണ്ടോ? ദച്ചുള്ള ചുണ്ടിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു കേട്ട് അവൻ ചീരിയോടെ അവളെ അടക്കി പിടിച്ചു. എനിക്ക് ഉമ്മ വയ്ക്കാൻ അറിയില്ലെങ്കിൽ എന്ത് വേണമെന്നാ? അവളെ തോളിൽ മെല്ലെ തട്ടിക്കൊടുത്തുകൊണ്ട് എറിക്ക് ചോദിച്ചു. അതിപ്പോൾ നമുക്ക് പഠിക്കയിച്ച, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. നീ തൽക്കാലം ഇപ്പോൾ ഒന്നും പഠിക്കാൻ നിൽക്കാതെ ഉറങ്ങാൻ നോക്ക് ദക്ഷ. അവനല്പം ഗൗരവത്തിൽ പറഞ്ഞു കേട്ട് എന്തോ പിറുപിറുത്തുകൊണ്ട് ദച്ചു അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. അടങ്ങിക്കിടക്ക് വേണേ. അവൻ്റെ കഴുത്തിൽ മോക്കിട്ടുരുമെന്ന് അറിഞ്ഞുകൊണ്ട് എറിക്ക് അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു കേട്ട് ദച്ചു ചുണ്ടു ചുളുക്കിക്കൊണ്ടും മിണ്ടാതെ കിടന്നു. അവൻ്റെ തലോടലിൽ അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു വന്നിരുന്നു. അവൾ നന്നായി ഉറങ്ങിയെന്ന് കണ്ട് എറിക്ക് അവളുടെ മുഖത്തേക്ക് കുറച്ചു നേരം അങ്ങനെ തന്നെ നോക്കിയിരുന്നു. പിന്നെ ദച്ചു ഒരു കയ്യിൽ മോർക്കെ പിടിച്ചിരിക്കുന്നത് താലി പതിയെ പിടിവിച്ചുകൊണ്ട് അവളുടെ കൈ വെള്ളയിൽ അമർത്തി ചുംബിച്ചു. രാവിലെ ദച്ചു കണ്ണും തുറക്കുമ്പോൾ അടുത്തെറിക്കിനെ കാണാനില്ലായിരുന്നു. ക്ലോക്കിൽ സമയം നോക്കിയപ്പോൾ 9 മണി കഴിഞ്ഞെന്ന് കണ്ടവൾ പതിയെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി. ഒന്ന് ഫ്രഷായി പുറത്ത് വരുമ്പോൾ എറിക്ക് റൂമിലുണ്ടായിരുന്നു. ഇച്ച നേരത്തെ എഴുന്നേറ്റോ? എന്നിട്ടെന്താ എന്നെ വിളിക്കാതിരുന്നത്? ഇന്നിപ്പോൾ നേരത്തെ എഴുന്നേറ്റ് എല്ലാവർക്കും കോഫി ഇട്ട് കൊടുക്കണമെന്ന് കരുതിയതാ. ആ പ്ലാൻ എല്ലാം പൊട്ടി. എറിക്കിനെ നോക്കി മുഖം കൂർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവന് സൂക്ഷിച്ചു നോക്കി അവളെ. അതിന് നിനക്ക് കോഫി ഇടാൻ അറിയോ? എറിക്ക് കൈ കെട്ടി അവളുടെ മുന്നിൽ വന്ന് നിന്നു. അത് പിന്നെ ഈനെല്ലാം അല്ലേ പഠിക്കുന്നേ. ഞാനിപ്പോൾ ഒരു ഭാര്യയാണ്. അപ്പോൾ ഇജയ്ക്ക് കോഫിയെല്ലാം കൊണ്ടുവരേണ്ടത് ഞാനല്ലേ? ദച്ചുവിന് കവൾ വീർത്തു വന്നു. തൽക്കാലം പഴയ പോലെ അങ്ങ് പോയാൽ മതി. എനിക്ക് കോഫി ഇട്ട് തരാനൊന്നുമല്ല നിന്നെ ഞാൻ കെട്ടിയേ. എറിക്ക് അവളെ നോക്കി കണ്ണൊട്ടി. പിന്നെ എന്തിനേച്ചാ എന്നെ കെട്ടിയേ? കുസൃതിയോടെ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ ചോദിച്ചതും എറിക്കൊന്ന് ചിരിച്ചു. അതിപ്പോൾ തന്നെ കുഞ്ഞിന് പറഞ്ഞു തരണോ? എറിക്ക് അവളെ പൊക്കിയെടുത്തുകൊണ്ട് അവളുടെ മൂക്കിൽ മൂക്ക് കൊണ്ടൊന്ന് തട്ടി. ഏയ് വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അവളൊന്ന് പരങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ടതും എറിക്ക് അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. അതെങ്ങനെ ശരിയാകും? അപ്പം ഞാൻ എന്തിനാ നിന്നെ കെട്ടിയതെന്ന് പറഞ്ഞു തരണ്ടേ? എറിക്ക് ഒന്നുകൂടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഓ വേണ്ടായിരുന്നു. പിന്നെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പറഞ്ഞു. അവൾ എറിക്കിൻ്റെ കഴുത്തിൽ കൈ ചുറ്റിക്കൊണ്ട് പറഞ്ഞു. ദേ ഇങ്ങനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിക്കാൻ. പിന്നെ എറിക്ക് അവളെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ദച്ചു വിടർന്ന കണ്ണുകളൊന്നുകൂടെ വിടർത്തി ആകാംക്ഷയോടെ ചോദിച്ചു. പിന്നെ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. ഇപ്പം ദേ ഞാൻ കൊണ്ടുവന്ന് കോഫി കുടിക്കാൻ നോക്ക്. എന്നിട്ട് ഉറങ്ങുന്നെങ്കിൽ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങിക്കോ. എറിക്ക് ടേബിൾ വെച്ച കോഫി എടുത്ത് അവളുടെ കയ്യിൽ പിടിപ്പിച്ചു. വേണ്ടിച്ച, കോഫി കുടിച്ചിട്ട് നമുക്ക് താഴേക്ക് പോകാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ദച്ചുവള്ള വയറിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു കേട്ട് എറിക്ക് ചിരിയോടെ തല കുലുക്കി. എന്നാൽ താഴെ നിന്നോ, കോഫി കുടിച്ചിട്ട് താഴേക്ക് പോകാം. എറിക്ക് അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചിരുന്ന ദച്ചുവിൻ്റെ കൈ എടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു. അയ്യ താഴെ ഇറക്കലേച്ച, ഇതുപോലെ ഞാൻ താഴേക്ക് കൊണ്ടുപോകും. രാത്രിയും ഫംഗ്ഷന് ഹീൽസ് ഇട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു. കാലൊക്കെ നല്ല വേദന. ദച്ചുത്തിൻ്റെ കാലിൽ അമർത്തി പിടിച്ചുകൊണ്ടൊന്ന് ചിണങ്ങി. എവിടെ നോക്കട്ടെ? എറിക്ക് അവളെ ബെഡിൽ എഴുതിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടതും ദച്ചുത്തിൻ്റെ 2 കാലും അവൻ്റെ നേർക്ക് നീട്ടി വെച്ചു. അവളുടെ അടുത്തായി ഇരുന്നുകൊണ്ട് എറിക്ക് അവളുടെ കാൽപാദം അമർത്തി പിടിച്ചു. അങ്ങനെ പിടിക്കല്ലേച്ച, എനിക്ക് വേദനിക്കുന്നുണ്ട്. അവരെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് ദച്ചു പറഞ്ഞ കേൾത്തും എറിക്ക് അവളുടെ കാൽ വേദനിപ്പിക്കാതെ അമർത്തി പിടിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ആശ്വാസത്തിൽ ദച്ചു കണ്ണുകൾ അടച്ചുകൊണ്ട് മിണ്ടാതെ ഇരുന്നു കൊടുത്തു. ഇനി മതിയിച്ച, എനിക്ക് നല്ല വിശപ്പുണ്ട്, നമുക്ക് താഴേക്ക് പോകാം. ദച്ചു അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടൊന്ന് മോളിക്കൊണ്ട് എറിക്ക് അവളെ കയ്യിൽ കോരിയെടുത്തു. ഒരു ചിരിയോടെ ദച്ചു അവൻ്റെ കഴുത്തിൽ കൈ കോർത്തുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു. ഒരു കല്യാണം കഴിച്ചപ്പോൾ ചിലരൊന്നും നിലത്തൊന്നും അല്ലല്ലോ ആലീസേ. ദേ കണ്ടില്ലേ ഓക്കത്തൊക്കെ കയറി വരുന്നത്.
എറിക്ക് എടുത്തുകൊണ്ടുവരുന്ന ദച്ചുവിനെ നോക്കി ചിരിയോടെ തരകൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് ദച്ചു അയാളെ നിന്ന് കൂർപ്പിച്ച് നോക്കി. ദേ, കെട്ടിയവൻ്റെ പപ്പയാണെന്നൊന്നും ഞാൻ നോക്കൂല. ഇതെടുത്ത് തലയ്ക്കെറിയും ഞാൻ. കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ ഭർത്താവിൻ്റെ കയ്യിലിരുന്ന് വരുമ്പോൾ ഇങ്ങനെയാണോ ഒരാളോട് സംസാരിക്കേണ്ടത്? ചുമ്മാ നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചോദിക്കിച്ച. സ്വന്തം പപ്പയാണെന്ന് നോക്കണ്ട. തരകനോട് പറഞ്ഞിട്ട് ദച്ചു എറിക്കിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കേട്ട് മാധവൻ പൊട്ടിച്ചിരിച്ചു. നിനക്ക് അങ്ങനെ തന്നെ വേണം. ആരെക്കാളും ഇവളെ എറിക്ക് തന്നെ കെട്ടണമെന്ന ആഗ്രഹം നിനക്കല്ലായിരുന്നോ? അതുകൊണ്ട് അനുഭവിച്ചോ. മാധവൻ പറഞ്ഞു കേട്ട് ദച്ചു ഒന്ന് പരുങ്ങി. പിന്നെ തരകനെ നോക്കി നന്നായി ഇന്ന് ചിരിച്ചു കാണിച്ചു. അയ്യ, പപ്പ പേടിച്ചു പോയോ? ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതല്ലേ. അല്ലേച്ചാ. ദച്ചു തന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന എറിക്കിനെ നോക്കി കണ്ണ് ചുരുക്കിക്കൊണ്ട് ചോദിച്ചു. മിണ്ടാതെ വന്ന് പലതും കഴിക്കാൻ നോക്ക് ദക്ഷ. നീ നല്ല വിശപ്പെന്ന് പറഞ്ഞ് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കാതെ. എറിക്ക് അവളെ കണ്ണ് കുറിപ്പിച്ചെന്ന് നോക്കിക്കൊണ്ട് ഡൈനിങ് ടേബിൾ അരികിലേക്ക് നടന്നു. എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങ് കഴിച്ചേക്കാം. ഇന്ന് എല്ലാവരും ലീവായതുകൊണ്ട് നമുക്ക് കഴിച്ചു കഴിഞ്ഞ് ഇവിടെ ഓരോന്നും പറഞ്ഞു കൂടാം. തരകൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഡൈനിങ് ടേബിൾ അരികിലേക്ക് നടന്നു. കൂടെ മാധവനും ബാക്കിയുള്ളവരും. ഹോ, എത്ര നാളായി ഞങ്ങൾ എങ്ങനെ ഒന്നിരുന്ന് കഴിച്ചിട്ട്. ഈ നാളിൽ ഞാൻ ഒത്തിരി മിസ് ചെയ്ത് ഈ ഒരു കാര്യം മാത്രമായിരുന്നു. എറിക്ക് ദച്ചുവിനെ ടേബിളിൽ മുകളിൽ ഇരുത്തിക്കൊണ്ട് കാൽ മടക്കി എന്നിട്ട് അവൾ സന്തോഷത്തോടെ പറഞ്ഞു കേട്ട് എറിക്ക് അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ആൾ വളരെ സന്തോഷത്തിലാണെന്ന് കണ്ടവൻ കുഞ്ഞൊരു ചിരിയോടെ ചേർ വലിച്ചിട്ടിരുന്നു. ഇതെൻ്റെ മരുമോൾക്ക് അമ്മയ്യപ്പനെ വക. ആദ്യത്തെ ഉരുളയെടുത്ത് ദച്ചുവിന് നേരെ നീട്ടിക്കൊണ്ട് തരകൻ സ്നേഹത്തോടെ പറഞ്ഞതും അവൾ ചിരിയോടെ അയാളുടെ അടുത്തേക്ക് നീങ്ങി. അത് വാങ്ങി. അങ്ങനെ ഓരോരുത്തരും കൊടുത്തതെല്ലാം വാങ്ങി അവസാനമാണ് ദച്ചു എറിക്കിൻ്റെ മുന്നിൽ വന്നത്. അവളെ നോക്കിക്കൊണ്ട് എറിക്ക് അല്പം അപ്പം എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇച്ചയ്ക്ക് എത്ര ദിവസം ലീവുണ്ട്? അത് വാങ്ങി കഴിച്ചുകൊണ്ട് അവൾ അവനെ സംശയത്തോടെ നോക്കി. എന്താ ഇപ്പോൾ അതറിഞ്ഞിട്ട്? എറിക്ക് അവൾക്ക് കൊടുത്തുകൊണ്ട് തന്നെ ചോദിച്ചു. ചുമ്മാ പറയിച്ചാ ഒരു കാര്യത്തിനാ. ചുണ്ടൊന്ന് ചുളുക്കിക്കൊണ്ട് ദച്ചു ചിണങ്ങിയതും എറിക്ക് അവളെ നിന്ന് നോക്കി. ഇന്ന് പോയിട്ട് ഇനി 2 ദിവസം കൂടെ ഉണ്ട്. ഓ, വലിയ കാര്യമായിപ്പോയി. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് എന്താവാനാ? ദച്ചു സങ്കടത്തോടെ പറഞ്ഞു കേട്ടവൻ അവളെ മനസ്സിലാവാതെ നോക്കി. ഞാൻ നമ്മുടെ ഹണിമൂണിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് എവിടെ പോയിട്ട് വരാനാ? ഒരിടത്തും പറ്റില്ല. പിന്നെ ഊട്ടിയോ കൊടൈക്കനാലോ പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ അവിടെയെല്ലാം എത്ര വട്ടമാണ് പോയിട്ടുള്ളത്. തൽക്കാലം നീ എവിടെയും പോകുന്നില്ല. 2 ദിവസം കൂടെ വേണമെങ്കിൽ വീട്ടിലിരുന്നോ. എന്നിട്ട് മറ്റന്നാൾ മുതൽ മര്യാദയ്ക്ക് ക്ലാസ്സിന് പോയിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലാന്ന് വേണ്ട. ദച്ചുവിനെ നോക്കി കണ്ണൂട്ടിക്കൊണ്ട് ഇറക്കി പറഞ്ഞു കേട്ടതും ജോ ചിരി അമർത്തി പിടിച്ചു. പോടാ. അതുകൊണ്ട് ദച്ചു ദേഷ്യത്തിൽ ജോയുടെ തോളിലടിച്ചു. ഹാടി, എനിക്ക് വേദനിച്ചു. ജോ അവളെ നോക്കി പല്ല് കടിച്ചു. വേദനിക്കാൻ തന്നെയല്ലേ തന്നത്? മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും കൂടുതൽ കിട്ടും നിനക്ക്. ദച്ചു കണ്ണൂട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ജോ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ടും മിണ്ടാതിരുന്ന് കഴിക്കാൻ തുടങ്ങി. കുഞ്ഞിനിങ്ങനെ വിഷമിപ്പിക്കാതെ ഇറക്കേ. അവളൊരു ആഗ്രഹമല്ലേ. ഒരാഴ്ച ലീവ് എടുത്ത് നിങ്ങൾ എവിടെയെങ്കിലേക്ക് ഒന്ന് പോയിട്ട് വാ. ദച്ചുവിന് വീർത്ത് നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി ആലിസ് പറഞ്ഞു കേട്ട് ഇറക്ക് അവരെ നിർത്തി നോക്കി. മമ്മയ്ക്ക് എന്താ ചെവി കേൾക്കില്ലേ? ഞാൻ പറഞ്ഞത് മമ്മയും കേട്ടതാണല്ലോ. എത്ര ക്ലാസ്സാണ് ഇപ്പോൾ തന്നെ പോയത്? ഇനിയും ചുമ്മാ ആവശ്യമില്ലാതെ വെറുതെ ലീവ് എടുക്കണ്ട. സമയമാകുമ്പോൾ ഞാൻ കൊണ്ടുപോയിക്കോളാം. എവിടെയാണെന്ന് വെച്ചാൽ ഇറക്ക് ഗൗരവത്തിൽ പറഞ്ഞു. ഈ സമയമാകുമ്പോൾ എന്ന് ഇച്ച ഉദ്ദേശിച്ചത് എൻ്റെ മൂക്കിൽ പല്ല് വന്നിട്ടായിരിക്കും അല്ലേ? അവൾക്ക് ഒരുപാട് പറഞ്ഞു കേട്ട് ചിരി വന്നെങ്കിലും ഇറക്ക് ഗൗരവത്തിൽ തന്നെ ഇരുന്നു. കേട്ടല്ലോ, നിങ്ങളെല്ലാവരും കേട്ടല്ലോ. ഇച്ച പറഞ്ഞത് എന്നെ ഹണിമൂൺ കൊണ്ടുപോകില്ലാന്ന്. എനിക്ക് പഠിക്കാനുണ്ടെന്ന്. ഞങ്ങൾ കുഞ്ഞുവാവയെ താലോലിക്കാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. ദേ, ഈ ഇരിക്കുന്ന നിങ്ങളെ ഏറിക്ക് അതൊന്നും സമ്മതിക്കില്ല. ദച്ചു പറഞ്ഞു കഴിഞ്ഞതും ഏറിക്ക് അവളെ ചെവിയിൽ പിടിച്ചിരുന്നു. ആ ഇച്ച, ദേ എനിക്ക് വേദനിക്കുന്നു. ദച്ചു വേദന കൊണ്ട് എരിവ് വലിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടവൻ പതി അവളെ ചെവിയിൽ നിന്നും പിടി വിട്ടുകൊണ്ട് അവളെ രൂക്ഷമായി നോക്കി. ആദ്യം അവിടെ എല്ലാവരും നിന്നെ ഒന്ന് കൊഞ്ചിച്ച് തീരട്ടെ, എന്നിട്ട് മതി നിനക്കൊരു കുഞ്ഞുവാവ. ഓരോരോ വർത്തമാനം കേട്ടില്ലേ? ഇറക്കി പറഞ്ഞുകൊണ്ട് അവളെ ചെറിഞ്ഞു നോക്കി. ദച്ചു ചെവി കൈകൊണ്ടൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവനെ നോക്കി ചുണ്ടു ചുളുക്കി. പിന്നെ സങ്കടത്തോടെ ദേവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. കണ്ടില്ല ദേവേട്ടാ, ഈച്ചേൻ്റെ ചെവി പൊന്നാക്കി. ചോദിക്ക് ദേവേട്ടാ. ദച്ചു ദേവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്ന കേട്ടതും ഇറക്കി അവളെ തനിക്കരികിലേക്ക് നീക്കിയിരുത്തി. നോക്കട്ടെ. ഇറക്കി അവളെ ചുവന്ന് നിൽക്കുന്ന ചെവിയെന്ന് പിടിച്ചു നോക്കി. നന്നായി തന്നെ ചുവന്ന് കിടക്കുന്ന കണ്ട് ഇറക്കി ശ്വാസം ഒന്ന് ആഞ്ഞെടുത്തു. വേണ്ടിച്ച, എന്നെ തൊടണ്ട. ദച്ചു അവൻ്റെ കയ്യിൽ നീങ്ങിയിരുന്നുകൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു. അങ്ങനെ പറയാതെടാ, വേറെ ആരുമല്ലല്ലോ, ഞാനല്ലേ പിടിച്ചത്. അപ്പോൾ പിന്നെ അതത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇറക്കി അവളെ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞ കേട്ടതും മുഖം വീർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി ചുണ്ടുകൂട്ടി. ഓഹോ, അപ്പം പിണക്കത്തിലാണ്? ഇറക്കി ചോദിക്കുമ്പോൾ അവൾ ഗൗരവത്തോടെ ഒന്ന് മോളി. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഇരുന്നു. അവൻ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും ദച്ചു അവനെ കണ്ണും വീഴ്ച നോക്കി.
ഇതിപ്പോൾ ഞാൻ ഇച്ചോട് പിണങ്ങിയതുപോലെ ഉണ്ടല്ലോ. ദച്ചു അവനോട് കയറുവോടെ ചോദിച്ചുകൊണ്ട് എറിക്കിൻ്റെ അടുത്തേക്ക് നീങ്ങിയായിരുന്നു. അത് കണ്ട് അവനുള്ളിലൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പുരുകമുയർത്തി. ഞാൻ മിണ്ടാനും വന്നതല്ല, കഴിക്കാനാണ്. എറിക്കിൻ്റെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കയ്യിലിരുന്ന ഉരുള ബലമായി പിടിച്ചു വാങ്ങി കഴിച്ചു. ഇതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്, നിനക്ക് ഉള്ള കുഞ്ഞുങ്ങൾ തീർന്നിട്ട് ഒരു കുഞ്ഞിനെ പറ്റി ആലോചിക്കാമെന്ന്. എറിക്ക് അവളെ തലക്കിട്ട് ഒരു കൊട്ടു കൊടുത്തുകൊണ്ട് പറഞ്ഞു കേട്ട് ജോ അവളെ നോക്കി കളിയാക്കി ചിരിച്ചു. നീ കൂടുതൽ ചിരിക്കുന്ന വേണ്ട, എനിക്ക് കുഞ്ഞുകളിൽ മാറിയിട്ടാണെന്നേ ഉള്ളൂ. നിനക്കാണെങ്കിൽ ദേ ഈ നിരന്നിരിക്കുന്ന 3 കെട്ടിപ്പോയി കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് പുച്ഛിക്കാൻ നിൽക്കരുത് മോനെ. ദച്ചു അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടും ജോ നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി. നന്നായിപ്പോയി, നിനക്ക് അങ്ങനെ തന്നെ വേണം. വെറുതെ ഇരുന്നാ എന്നെ ചൊറിയാൻ വന്നിട്ടല്ലേ. അവൻ ചുമയ്ക്കുന്നത് നോക്കി പറഞ്ഞിട്ട് അവൾ എറിക്കിൻ്റെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി കഴിക്കാൻ തുടങ്ങി. അല്ലതേ വേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എല്ലാം റെഡിയാക്കിയോ? എറിക്ക് അടുത്തിരിക്കുന്ന ദേവിനോട് ഗൗരവത്തിൽ ചോദിച്ചു. ആ, അവൾക്ക് പാസ്പോർട്ട് കിട്ടാൻ ഇത്തിരി പാടായിരുന്നല്ലോ. അത് കിട്ടി. ഉടനെ തന്നെ വിസയും ജോലിയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഇവളെ അവിടെ പോയി ആരും ഭീഷണിപ്പെടുത്തില്ലല്ലോ. തങ്ങൾക്ക് ഭക്ഷണം വിളമ്പാൻ നിൽക്കുന്ന രേവതിയെ നോക്കി ദേവൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ തല കുണിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. ഇതിപ്പോൾ ദച്ചുട്ടം പറയാഞ്ഞോണ്ടാ, അല്ലായിരുന്നെങ്കിൽ ചുമ്മാ ഇതുപോലെ നമുക്ക് കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. ദേവൻ താല്പര്യമില്ലാതെ പറഞ്ഞു. ദേവേട്ടാ, അത് മനസ്സിലാക്കി ദച്ചു വിളിച്ചതും അവൻ പിന്നെയൊന്നും മിണ്ടിയില്ല. ദച്ചുവിൻ്റെ കാര്യം അറിയാൻ വേണ്ടി മനഃപൂർവ്വം രേവതി അയാൾ ഇവിടെ കയറ്റിയതാണെന്ന് എല്ലാവരും അറിഞ്ഞെങ്കിലും അതറിഞ്ഞതായി ഭാവിക്കാത്തത് അയാൾ ആരാണെന്ന് എറിക്കിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. അന്ന് ദച്ചുവിൻ്റെ റൂമിൽ വന്നതിന് ശേഷം ഒത്തിരി വട്ടം അവർ രേവതി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ദച്ചുവിനെ അവൻ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഇത് ചെയ്തു കൊടുക്കാൻ രേവതി തയ്യാറായില്ല എന്ന് മാത്രമല്ല, എറിക്കിനോട് കരഞ്ഞുകൊണ്ട് എല്ലാം പറയുകയും ചെയ്തിരുന്നു. പിന്നെയാണ് രേവതി ആരും അറിയാതെ ഇവിടെ നിന്നും പുറത്തേക്ക് അയക്കാമെന്ന് എല്ലാവരും ചേർന്ന് തീരുമാനിച്ചത്. അത് ദച്ചുവിൻ്റെ നിർബന്ധം മൂലം മാത്രം. രേവതിക്ക് പോകാനുള്ള ദിവസമെല്ലാം അടുത്ത് വന്നിട്ടുണ്ട്. അവൾക്ക് എങ്ങനെയെങ്കിലും അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്തയായതുകൊണ്ട് തന്നെ എറിക്ക് കാര്യം അവളോട് പറയുമ്പോൾ തന്നെ രേവതി അതിന് സമ്മതിച്ചിരുന്നു. ചേച്ചി അകത്തേക്ക് പൊയ്ക്കോ, ഞങ്ങൾ ബാക്കിയെടുത്തോളാം. ഒരു സൈഡിൽ തലകുനിച്ച് മാറി നിൽക്കുന്ന രേവതിയോട് ദച്ചു പറഞ്ഞതും അവൾ ദച്ചുവിനെ നന്ദിയോടെ നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. എന്തിനാ ദേവേട്ട വെറുതെ? ആ പാവത്തിന് വിഷമമായെന്ന് തോന്നുന്നു. രേവതി പോയത് നോക്കി ദച്ചു ദേവനെ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. വിഷമമായെങ്കിലാകട്ടെ, ഒന്നുമല്ലെങ്കിലും അവൻ ഇവിടെ ആരും അറിയാതെ കയറ്റിയതല്ലേ അവൾ. അപ്പോൾ അവളുടെ ജീവിതം മാത്രമല്ലേ നോക്കിയത്? ദേവന് ദേഷ്യം വന്നിരുന്നു. അത് മനസ്സിലായതുപോലെ ദച്ചു പിന്നെയൊന്നും മിണ്ടാൻ പോയില്ല. എങ്കിലും അത് ആരാണെന്ന് ചേച്ചിക്ക് അറിയാമെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇതാണ് ആളെന്ന്. ഇനിയിപ്പോൾ അയാൾ നിങ്ങളാരും ഇല്ലാത്തപ്പോൾ എന്നെ എന്തെങ്കിലും പറഞ്ഞ് തട്ടിക്കൊണ്ട് പോയാലോ? ദച്ചു താടിയിൽ കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു. തൽക്കാലം നിന്നെ ആരും തട്ടിക്കൊണ്ടൊന്നും പോകാൻ പോകുന്നില്ല. അവൻ്റെ നീഴൽ പോലും നിന്നിൽ ഏൽക്കാതെ നോക്കാൻ എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പിന്നെ അവൻ അങ്ങനെ കളിക്കട്ടെ എന്ന് കരുതിയാണ്. എനിക്ക് കഴുപ്പ് മതിയാക്കി ഗൗരവത്തിൽ പറഞ്ഞു കേട്ട് ദച്ചു അവനെ നോക്കി മുഖം കൂട്ടി. എന്താടി നിനക്ക്? അവളെ പുച്ഛം കണ്ട് ഇറക്കി ദച്ചുവിൻ്റെ മുഖം തനിക്ക് നേരെ തിരിച്ചു പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു. കൊന്തം, ഈച്ച എൻ്റെ ചെവി പിടിച്ച് തിരിച്ചില്ലേ? അത് ഞാൻ മറന്നിട്ടില്ല, അതുകൊണ്ട് എന്നോട് മിണ്ടാൻ വരണ്ട. ദച്ചു പറഞ്ഞു തീർന്നതും അവൾ ഡൈനിങ് ടേബിളിന് മുകളിലിരുന്ന് മുകളിലേക്ക് പൊങ്ങിയിരുന്നു. എറിക്ക് നിഷ്പ്രയാസം ദച്ചുവിനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് കൈ കഴുകാൻ വേണ്ടി പോയി. വിളിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ അങ്ങനെ തന്നെ മിണ്ടാതെ കിടന്നുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി. അല്ലെങ്കിലും എൻ്റെ ദക്ഷയ്ക്ക് ദേഷ്യമെന്ന് കാണാൻ നല്ല ചേലാണ്. അവളെ മുഖം കഴുകി കൊടുക്കുന്നതിനിടയിൽ ആ ചുവന്ന മുഖം നോക്കി അവൻ ഒരു കുസൃതിയോടെ പറഞ്ഞു. എപ്പളാ എങ്ങനെ സ്വഭാവം മാറുന്നൊരു പിടിയില്ല. നീന്ന നിൽപ്പിനല്ല ദേഷ്യവും കുസൃതിയും ഒക്കെ മാറി മാറി വരുന്നത്. ദച്ചുവനെ മൊത്തത്തിൽ നിന്ന് കണ്ണു കൂർപ്പിച്ചുകൊണ്ട് നോക്കി പറഞ്ഞു. അതൊക്കെ എൻ്റെ ദക്ഷയെപ്പോലെ വേറെ ആർക്കും മനസ്സിലാവുന്നേ? നിൻ്റെ ഈച്ചേ ഇവിടെ എല്ലാവരെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് നീ അല്ലേടി. അവളെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് ഇറക്കി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് ഒന്ന് കണ്ണ് ചിമി. റൂമിൽ പോകുന്നോ അതോ ഇവിടെ ഇരിക്കുന്നോ? അവളുമായി തിരികെ നടക്കുമ്പോൾ ഇറക്കി സംശയത്തോടെ ചോദിച്ചു. മുകളിൽ റൂമിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, അപ്പം പിന്നെ എല്ലാവരുമായിട്ട് ഇവിടെ ഇരിക്കാം. ദച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ഇറക്കി അവളെ കോർത്തു നിൽക്കുന്ന ചുണ്ടിൽ ചെറുതായിന്ന് കടിച്ചു വിട്ടു. അത് പ്രതീക്ഷിക്കാതിരുന്ന ദച്ചു അവനെ കണ്ണുകൾ ഇടർത്തി ഒന്ന് നോക്കി.